പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് ഒന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടമായിരുന്നു. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടുന്നതിന് ഇടയായതും ആ യുദ്ധപ്രഖ്യാപനത്തിലേക്ക് നീങ്ങിയതും ഒക്കെ ഇദ്ദേഹത്തിന്റെ അലംഭാവം, അലസത, ഉദാസീനത, മറ്റു കാര്യങ്ങളിലുള്ള താല്പര്യം, വ്യക്തിപരമായ ചില ഇഷ്ടാനിഷ്ടങ്ങൾക്കകത്ത് മാത്രം കേന്ദ്രീകരിക്കുക, രാജ്യഭരണത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള ഈ കൃത്യാന്തര ബാഹുല്യം കൊണ്ടൊന്നല്ല, ഒരുപാട് പണിയുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ എന്ന് വെച്ചാൽ മൂപ്പർക്ക് പണിയിൽ നോക്കാൻ നേരമില്ല. മൂപ്പരെ വ്യക്തിപരമായിട്ടുള്ള കുറെ കാര്യങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒന്നതിന്റെ ഭാഗമായിട്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടുള്ള രീതിയിൽ അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം. എന്തായിരുന്നാലും അങ്ങനെയൊക്കെ ആണ് സംഭവിച്ചത്. പക്ഷേ ഇന്ത്യൻ ആർമി പിന്നീട് ഏറ്റവും നിഷ്ക്രിയമായ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2004 തൊട്ട് 2014 വരെ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന നമ്മളെ ആന്തോണീസ് പുണ്യാളൻ AK ആന്റണി അദ്ദേഹം ഭരിച്ച സമയത്താണ് പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് 2022 പ്രതിരോധ വകുപ്പിന്റെ ബജറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിഷയത്തിനകത്ത് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിർമ്മലാ സീതാരാമൻ തന്നെ പറഞ്ഞിട്ടുള്ള അവർ പ്രതിരോധ വകുപ്പും കൈകാര്യം ചെയ്ത രണ്ടിന്റെയും എല്ലാ പൾസും ഒക്കെ അറിയാം. അവർ പറഞ്ഞതാണ് ഏറ്റവും മനോഹരമായിട്ട് ഒരു മുട്ടുസൂചി പോലും മേടിച്ചിട്ടില്ല എന്നുള്ളത്. അതായത് ആ സമയത്തെങ്ങാനും പാകിസ്ഥാനോ ചൈനയോ ഇന്ത്യയെ കയറി അടിച്ചിരുന്നെങ്കിൽ ഇവിടെ കന്യാകുമാരി വരെ അവർ കീഴടക്കുമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ അത്ര കണ്ട് ദുർബലമായിരുന്നു. നമ്മളുടെ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, പുതിയ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ മേടിച്ചിട്ടില്ല, ആം എക്യുപ്മെന്റ്സ് മേടിച്ചിട്ടില്ല, ഒരു മേഖലയിൽ ഒന്നും ചെയ്തിട്ടില്ല. കാരണം മുമ്പിൽ എന്ന് വെച്ചാൽ ഈ മർമാണി വിദഗ്ധൻ കല്യാണം കഴിച്ച മാതിരിയാണ്. ഈ പണ്ട് മർമാണി വിദഗ്ധൻ കല്യാണം കഴിച്ചു. മർമാണി വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ മർമ്മ ചികിത്സയൊക്കെ നടത്തുന്ന നമ്മൾ നാട്ടുമ്പുറത്തെ സിദ്ധവൈദ്യമൊക്കെ ആയിട്ട് നടക്കുന്ന ക്ഷമിക്കണം, ചുമയുണ്ട്, വൈദ്യമാരെ ഉദ്ദേശിക്കാം. ഇയാൾ കല്യാണം കഴിച്ച് ഫസ്റ്റ് നൈറ്റിൽ ഭാര്യയൊക്കെ വന്നു, മധുവിധുവാണ് അവര്, ആദ്യ രാത്രിയാണ്, കിടപ്പൂരിലേക്ക് പോയി പാലൊക്കെ കുടിച്ചു. ഞങ്ങൾ നോക്കുമ്പോൾ ഭാര്യ എവിടെ തൊടാൻ പറ്റില്ല. കാരണം വെച്ചാൽ തൊടാൻ ഇഷ്ടമുള്ള സ്ഥലം അത് ഇഫ് ഇറ്റ് ഈസ് ഫോർഹെഡ്, ബോബ്സ്, നെവൽ, വേറെവർ എവിടെയാണെങ്കിലും അതെല്ലാം മർമ്മമാണ്. കാരണം ഈ മർമ്മത്ത് തൊടാൻ പറ്റില്ല, മർമ്മണി വിധത്തിന്. കാരണം മർമ്മത്ത് തൊട്ടാൽ അപകടം ഉണ്ടാവും എന്നുള്ള പുള്ളിക്കറി. അപ്പം മർമ്മത്ത് തൊട്ട് കളിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആദ്യ രാത്രി കൊള്ളായി എന്ന് പറയണ മാതിരിയാ. ഇയാൾക്ക് എന്തെങ്കിലും അഴിമതി ആരോപണം ഉണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെയുള്ള വലിയ വ്യഗ്രതയുള്ളതുകൊണ്ട് ഒരു സാധനം, ഒരു മുട്ടുസൂചി പോലും മേടിച്ചിട്ടില്ല എന്നാണ് 10 വർഷത്തിനിടയിൽ മേടിച്ചിട്ടില്ല എന്ന് നിർമ്മലാ സീതാരാമൻ ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചതാണ്. കൗണ്ടർ ചെയ്തിട്ടില്ല അവര്, തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല അവര്. എന്തായിരുന്നാലും ഇപ്പോ ഇന്ത്യൻ ആർമിയുടെ ടാങ്കുകൾ ലോകത്തിന്റെ നെറുകയിൽ എന്ന് ഞാൻ പറഞ്ഞ ആ തലക്കെട്ട്, ഈ ഇതിന്റെ ടൈറ്റിൽ, അത് അക്ഷരാർത്ഥത്തിന് ശരിയാണ്. 500-ലേറെ യുദ്ധ ടാങ്കുകൾ അതിർത്തിയിലെത്തിച്ചു. അത് എവിടെയാണെന്ന് ആലോചിക്കണം. ലഡാക്ക് അതിർത്തില്ല, ചൈനയായിട്ട് പ്രശ്നം നടക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 14,500 അടി ഉയരത്തിലാണ് എത്തിച്ചത്. ലോകത്ത് അങ്ങനെ എത്തിച്ചിട്ടുള്ള ആദ്യത്തെ ആർമിയാണ് ഇന്ത്യൻ ആർമി. ഈ കവചിത വാഹന ശേഖരങ്ങൾ അവിടെ എത്തിച്ചിട്ടുള്ളത് മാത്രമല്ല, ടാങ്കുകൾ റിപ്പയർ ചെയ്യാനുള്ള 2 കേന്ദ്രങ്ങൾ അവിടെ തുടങ്ങി. അതുകൂടി ആലോചിക്കണം. അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും അതിന് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഓർഡർ. കാരണം ഇല്ലെങ്കിൽ ഇത് താഴോട്ട് പിന്നെ കൊണ്ടുപോകണം, ദിവസങ്ങളെടുക്കും, മണിക്കൂറുകളെടുക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ സ്പോട്ടിൽ തന്നെ റിപ്പയർ ചെയ്യാനുള്ള 2 കേന്ദ്രങ്ങൾ എല്ലാ പ്രതിരോധ സംവിധാനത്തോടും കൂടിയിട്ട് ഇന്ത്യൻ ആർമി ആരംഭിച്ചു. അതായത് ചൈന ഇനി ഞോണ്ടാൻ വന്നു കഴിഞ്ഞാൽ വിവരം അറിയുന്ന അർത്ഥം, അത് മനസ്സിലാക്കിയാൽ മതി. കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് അതിർത്തിയോട് ചേർന്നിട്ടുള്ള ന്യോമിലാണ് സൈന്യം ടാങ്ക് റിപ്പയർ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ചൈനയായിട്ടുള്ള അതിർത്തികൾ നിലനിൽക്കുന്നതാണ്. 500-ലേറെ യുദ്ധ ടാങ്കുകൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത്. ചൈനയ്ക്ക് പോലും അത്രയില്ല. ചൈന പണ്ടൊക്കെ 62 ചൈന ജയിച്ച് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയതുകൊണ്ടാ. ഇന്നത്തെ കാലത്ത് ചൈന ഇന്ത്യയിൽ വന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചൈന വിവരം അറിയും, ചൈനയുടെ പരിപ്പിടെടുക്കും, അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യും എന്നുള്ള അവസ്ഥയുണ്ട്. ഈ ടാങ്കുകൾക്ക് പുറമെ BAP കോമ്പാക്ട് വെഹിക്കിളുകൾ, ഇന്ത്യൻ നിർമ്മിത ക്യൂക്ക് റിയാക്ഷൻ ഫൈറ്റിംഗ് വെഹിക്കിളുകൾ, ഫൈറ്റർ എയർക്രാഫ്റ്റ്സിന്റെ ചെറിയ കാറ്റഗറിപ്പെട്ട സംഭവങ്ങൾ, ഈ ഹെലികോപ്റ്റേഴ്സ് ഒക്കെ. അത് ഏത് ഇറാനിലെ പ്രസിഡന്റ് പോയിട്ട് ചത്തുപോയ ആ സാധനമല്ല, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളുള്ള, ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുള്ള, ഏറ്റവും പുതിയ വേർഷനിൽ പെട്ടിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് ആണ്, ഹെലികോപ്റ്റേഴ്സ് ആണ് ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്നത്. അല്ല ചുമ്മാതെ തുരുമ്പ് പിടിച്ച് സ്വന്തം പ്രസിഡന്റ് പോയപ്പോൾ ഇച്ചിരി മഞ്ഞ് വന്നപ്പോഴത്തേക്കും മഴ വന്നപ്പോഴത്തേക്കും തകർന്നു വീണിട്ടുള്ള സാധനമൊന്നല്ല ഇറാനിലെ വാരി തുരുമ്പ് പിടിച്ച സാധനമൊന്നല്ല കൊണ്ടെടുക്കുന്നത്. ഓക്കെ, ഈ കവചിത പ്രതിരോധ വാഹനങ്ങൾ ഇപ്പം കിഴക്കൻ ലഡാക്കിലെത്തി, അറ്റകുറ്റപ്പണി അവിടെയുണ്ട്. 500-ലേറെ യുദ്ധ ടാങ്ക് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ സൈനിക വാഹനങ്ങൾ 1000 കണക്കിന് അവിടെയുണ്ട്.
2 ടാങ്ക് അറ്റകുറ്റപ്പണിക്കുള്ള പണികൾക്കുള്ള കേന്ദ്രങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് വിഷയം വന്നാലും അതാത് സമയത്ത് പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടാങ്കിന് എന്തെങ്കിലും എറർ വന്നു, അതിനെന്തെങ്കിലും റിപ്പയർ ആവശ്യമുണ്ട്, മെക്കാനിക്കൽ ആവട്ടെ ബാക്കിയുള്ള ആവട്ടെ, എന്തെങ്കിലും വിഷയങ്ങൾ വന്നു, ഓട്ടോ ഇലക്ട്രിക്കൽ ആവട്ടെ, ഈ സാധനം പിന്നെ താഴെ കൊണ്ടുപോകണം. പിന്നെ ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അതുവരെ ഇവിടെ യുദ്ധമുഖത്ത് പിടിച്ച് ബുദ്ധിമുട്ടാണ്. ഒരെണ്ണം മിസ്സായതാണ്. ഒരെണ്ണത്തിന് കുറവ് തന്നെയാണ്. കാരണം യുദ്ധ മേഖലയാണ്, അതിർത്തി മേഖലയാണ്. ഈ രാജ്യത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളാണ് ലഡാക്ക് എന്നൊക്കെ പറയുമ്പോൾ, കിഴക്കൻ ലഡാക്ക് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അവിടെ ഇത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് ഓർ വിത്തിൻ ഹവേഴ്സ് ഈ സാധനം ഫിക്സ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പാർട്സും അവിടെ കേന്ദ്രീകരിച്ച് വെച്ചിട്ടുള്ള സംഭരണ കേന്ദ്രങ്ങളുണ്ട്. ഇത് അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസി ആയിട്ടുള്ള ANA ആട്ടോ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത കാര്യം, ഈ ലഡാക്കിലെ ന്യോമിലും DBO സെക്ടറിലെ DSDBO റോഡിലും, അതായത് അവരുടെ ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് ആണത് അവരുടെ പ്രദേശത്തിന് പറയുന്നത്, 2 ടാങ്ക് റിപ്പയറിംഗ് കേന്ദ്രങ്ങൾ സൈന്യം സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കേന്ദ്രങ്ങൾ ടാങ്കുകൾ ഏറ്റവും ഉപയോഗിക്കേണ്ട പറ്റുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. T-90, T-70 ടാങ്കുകളും BMP സോവിയറ്റ് ടാങ്കുകളും. സോവിയറ്റ് ടാങ്കൊക്കെ ഉപേക്ഷിക്കാൻ നല്ലത്, കാരണം അവരെ കൊണ്ട് അവർക്ക് തന്നെ ഉപകാരമില്ല. ഉക്രൈനിലൊക്കെ ടാങ്കുകൾ ട്രാക്ടറിൽ വലിച്ചു കെട്ടി കൊണ്ടെടുക്കുക കർഷകര്. റഷ്യ വലിയ സംഭവം പറഞ്ഞേ. ഇവര് പണ്ട് കാലത്ത് സോവിയറ്റ് ഉണ്ടാക്കിയ കാലത്തുള്ള ടാങ്കുകളാ. ഇവരിപ്പോ എന്താ വെച്ചാൽ അവിടെ ടാങ്കുകളൊക്കെ ടാങ്കിൽ ഇതിന്റെ അതിലുള്ള സൈനികരെ എല്ലാം വെടിവെച്ച് കൊന്നിട്ട് ഉക്രൈനിലെ നാട്ടുകാർ വളരെ രസത്തിന് ട്രാക്ടറിൽ കെട്ടിവെച്ച് കൊണ്ടിടക്കുക, ഇത് ഓടിച്ചിടക്കുക, വല്ല കളിക്കോപ്പ് കിട്ടിയ മാതിരി. അങ്ങനെയുള്ള അവസരിക്കുക. ഏത് ഒരു കുഞ്ഞു രാജ്യ ഉക്രൈൻ. 2 ദിവസം കൊണ്ട് കോപ്പിക്ക് തന്നാ 2 കൊല്ലം കഴിഞ്ഞു. പുട്ടിന്റെ പരിപ്പിളക്കി കിടക്കുക. അപ്പം മോട്ടോറുകളെക്കാൾ വലിയ പീരങ്കി ആയുധങ്ങളായിട്ടുള്ള ഹോവിറ്റ്സറുകളും അതേപോലെ തന്നെ ഇങ്ങനെ ഇത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ, ഇതൊക്കെ ആർമിയുടെ ഒരു ടെക്നിക്കൽ ടേംസ് ആണ്. നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല, കേൾക്കണവരും പറയണോ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വിശദമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സംവിധാനങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതാക്കിയിട്ടുണ്ട്. ചൈനീസ് അതിർത്തിയിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ വേഗതയിലാക്കാനും എല്ലാ കാര്യങ്ങൾക്കും വളരെ പെട്ടെന്ന് ഫിക്സ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഇതുകൊണ്ടുണ്ടാവുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞ തന്നെ 1,00,000-ലേറെ സൈനികരെ ഈ മേഖലയിലെ അതിർത്തിയിൽ പലയിടങ്ങളിലായിട്ട് ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത് ഒരുപക്ഷെ അത്രത്തോളമോ അതിലേറെയോ ചൈനക്കാരും വിന്യസിച്ചിട്ടുണ്ടാകും. പക്ഷേ ചൈനക്കാർ ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ പോയിരിക്കുകയാണ്. എന്തായിരുന്നാലും അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്ന കാര്യത്തിൽ ചൈന അവിടെ കുറെ ശ്രദ്ധിച്ചു. റോഡ് നിർമ്മാണം കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നമ്മളെ രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ചൈന ഇന്ത്യയുടെ സ്ഥലങ്ങളെല്ലാം കയറി പിടിച്ചു. ഇത് സ്വന്തം രാജ്യത്തെ അപമാനിക്കലല്ലേ? എന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ചെയ്യേണ്ട എന്താ? കണ്ടുബോധ്യപ്പെടണ്ടേ? പണ്ട് മതികെട്ടാൻ മലയിൽ കഞ്ചാവ് കൃഷി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ PC ജോർജ് പറഞ്ഞപ്പോൾ VS ഉച്ചാണെന്ന് പറഞ്ഞു നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. വയസ്സുകാലത്ത് PC ജോർജും അതേപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഈ PC ജോർജ് വയസ്സുകാലത്ത് VS ഉച്ചാണെന്നും കൂട്ടത്തിൽ ഈ PC ജോർജും കൂടെ കിലോമീറ്ററുകളോളം മതികെട്ടാൻ മലയ്ക്ക് നടന്നു പോയി. നേരിട്ട് കണ്ട് ബോധ്യപ്പെടണ്ടേ ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അട്ട കടിക്കുന്ന ബാക്കിയുള്ളതുകൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവുമെന്നും വകവെക്കാതെ പോയി. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്തായാലും ചൈനയുമായിട്ട് ഒരു യുദ്ധമുഖത്തും അല്ല നിൽക്കുന്നത്. അങ്ങനത്തെ പേടിപ്പിടൊന്നും വേണ്ട. വെടിവെച്ച് ചാവുമെന്ന് എഴുതിയിട്ട് ഇപ്പൊ പോകാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പപ്പുവിനായിട്ട് തീരുമാനിച്ചപ്പോഴേ പപ്പുവിന് അമ്മയ്ക്ക് കൊണ്ടുപോകായിരുന്നു. UPA ചെയർപേഴ്സൺ ആയിരുന്നല്ലോ. അവര് 10 വർഷം ഇന്ത്യയെ പ്രധാനമന്ത്രിയായിട്ട് മൻമോഹൻ സിംഗിനെ നിർത്തിയെങ്കിൽ പോലും ഭരിച്ചവരാണല്ലോ. എന്താണ് ക്യാബിനറ്റിലെ ബ്രീഫ് എന്തായിരിക്കണം എന്നുള്ളത് അവരാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏത് ബില്ല് പാസ്സാക്കണം എന്നുള്ളത് അവരുടെ നിർദ്ദേശമായിരുന്നു. ഒന്നും മിണ്ടാത്ത സർദാർജി അവർ പറയുന്നെല്ലാം കേട്ട് നിന്നിരുന്നതാണ്. അദ്ദേഹം ഒരു പാവം മനുഷ്യൻ. അങ്ങനെ നിന്നിരുന്ന കാലത്ത് പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആന്റണി ആണെങ്കിൽ അതിലേറെ, കാരണം ഇവരെ അടുക്കളയിൽ പോയിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. PJ കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷനായിരുന്നു. അത് ചായ ക്ലാസ് കടുകളായിരുന്നു പണി. KV തോമസ് കേന്ദ്രമന്ത്രിയായി. KV തോമസിന്റെ പരിപാടി അവിടെ മീൻ വെട്ടി കൊടുക്കലായിരുന്നു. ഇവിടുന്ന് മീൻ കൊണ്ടുപോകും, അത് അവിടെ വെട്ടിക്കൊടുത്ത് നന്നാക്കി കൊടുക്കും. ഇങ്ങനെയുള്ള കുറെ അടുക്കളക്കാരെ വെച്ചുകൊണ്ടിരുന്ന് ഭരിച്ചിരുന്ന സമയത്ത് എന്തുകൊണ്ട് സോണിയാഗാന്ധി അവിടെ പോയില്ല? എന്തുകൊണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോണില്ല? രാഹുൽ ഗാന്ധിക്ക് ഡിപ്ലോമാറ്റിക്കായിട്ട് സർക്കാരിനടുത്ത് അഭ്യർത്ഥിക്കുകയും പ്രതിപക്ഷ പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള രീതിയിൽ MP എന്നുള്ള രീതിയിൽ അവിടെ പോകാനുള്ള പെർമിഷൻ മേടിക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഇന്നലെ തുടങ്ങിയല്ലോ, 10 വർഷമായല്ലോ നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഈ 10 വർഷത്തിനിടയ്ക്ക് ഈ 10 വർഷവും രാഹുൽ ഗാന്ധി MP ആയിരുന്നല്ലോ. ഇന്ന് രാഷ്ട്രീയ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നിട്ടില്ലേ?
അപ്പൊ പോകാലോ അവിടെ. അതേസമയം അദ്ദേഹത്തിന് പേടിയാ. കാരണം അഥവാ വല്ല മൈനും പൊട്ടിയാലോ, അഥവാ ചൈനക്കാർ വെടിവെച്ചാലോ എന്നുള്ളത്. പക്ഷെ ഇതൊന്നും ഭയക്കാതെ ഈ യുദ്ധമുഖത്ത് കാർഗിലിൽ വരെ പോയിട്ടുള്ള, പിന്നെ ഏറ്റവും വലിയ യുദ്ധം നടന്നിട്ടുള്ള കാർഗിലിൽ വരെ അതിർത്തി പ്രദേശത്ത് പോവുകയും സന്ദർശിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പലവട്ടം വിവിധ കേന്ദ്രങ്ങളിൽ പോകുന്നു, തന്ത്രപ്രധാനമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിൽ പോകുന്നു. അതിനുള്ള ആർജം ഉണ്ടാവണം. ഇപ്പോൾ അവന്മാർ വെടി കാണിച്ചാവട്ടെ. ഞാനൊക്കെ അങ്ങനെയല്ലേ ഈ പ്രവർത്തനം നടത്തുന്നത്, മാധ്യമപ്രവർത്തനം നടത്തുന്നത്. എന്റെ ഈ പേജിൽ ഇടുന്നതിന് 5 പൈസ മോണിറ്റൈസേഷൻ പോലും ഇല്ല. പക്ഷെ ഇതിന് ഒരു കാര്യവും ചെയ്യൂല്ല. ഇവർക്കൊന്നും ധൈര്യം ഇല്ലേലും ഈ പട്ടി പശുവിനെ കൊണ്ട് പുല്ല് തീറ്റിക്കൂല്ല, പട്ടിയോട്ട് പുല്ല് തിന്നൂല്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. ഈ രാജ്യത്തെ നന്നാക്കാൻ ഇവരൊന്നും ചെയ്യൂല്ല, നന്നാക്കുന്നവരെ അതിനോട്ട് അനുവദിക്കില്ല എന്നുള്ളത്. എന്തായിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. ലോകത്തെ ഏറ്റവും അധികം ഉയരത്തിലുള്ള കിഴക്കൻ ലഡാക്കിലെ സമുദ്രനിരപ്പിൽ നിന്ന് 14,500 അടി ഉയരത്തിലുള്ള കേന്ദ്രത്തിൽ 2 ടാങ്ക് റിപ്പയറിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങുന്നു. 500 ടാങ്കുകളെ വിന്യസിക്കുന്നു. അവിടെ മറ്റ് സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരുപാട് ഹബ്ബുകൾ തുടങ്ങുന്നു എന്നുള്ളത് ചൈനയെ പോലെ, ഞങ്ങൾ ഇപ്പൊ ലോകം മുഴുകുന്ന പറഞ്ഞ് നടക്കുന്ന ചൈനയെ പോലെ ഉള്ള രാജ്യത്തിന്റെ മുമ്പിൽ ഇന്ത്യ 62-ൽ ഇന്ത്യയെ തോൽപ്പിച്ച ചൈന ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത്. ഇപ്പൊ ചൈനയ്ക്കൊന്നും ധൈര്യമില്ലാന്നേ. ചൈനയെ പാകിസ്ഥാനോ കൂടെ ഒരുമിച്ചാൽ കൂടിയാ പരുന്ന ഒരു മുന്നണിയായിട്ട് നിന്നാ പോരെ. രണ്ടു കൂട്ടർക്ക് നമ്മുടെ ശത്രുതയാണല്ലോ. കൂട്ടിയാ കൂടൂല, നാട്ടക്കൂല, രണ്ടും തകരും. ഇത് ആർക്കും ബോധ്യമുണ്ട്. ഇതൊന്നും അറിയാത്ത പൊട്ടന്മാർ ഇവിടെ ഇരുന്നിട്ട് ചൈന ഇന്ത്യയിൽ കയറി കുറെ സ്ഥലം എടുത്തു. പിന്നെ സ്ഥലം എടുത്തെങ്കിൽ ഇയാൾ പോയിട്ട് ബോധ്യപ്പെട്ടെന്ന്. ഞാൻ മതികെട്ടാമല്ലിൽ VS പോയ പോലെ രാഹുൽ ഗാന്ധിയായിട്ട് പോട്ടെ. ടെക്നിക്കൽ ടീം ഉണ്ടല്ലോ അദ്ദേഹത്തിന്, കോൺഗ്രസിന് ജിയോളജിക്കൽ സർവേ നടത്താൻ പറ്റുന്ന ടീമുണ്ടല്ലോ, എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ കോൺഗ്രസിന്. കുറെ കാലം രാജ്യം ഭരിച്ച കുടുംബത്തിന്റെ രാജകുമാരനല്ലേ. അവരെല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു പോട്ടെ. കട്ടുപിടിച്ച കുറെ പൈസയും കയ്യിലുണ്ടല്ലോ. അതൊന്നും ചെയ്യാതെ വെറുതെ വർത്താനം പറയരുത് എന്ന് മാത്രമാണ് പറയുന്നത്. എന്തായിരുന്നാലും ഇത് അഭിമാനകരമായിട്ടുള്ള വാർത്തയാണ്. ഇത് പിന്നെ ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസീസ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. മലയാള മാധ്യമങ്ങളിൽ എത്രത്തോളം വന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. മാതൃഭൂമി മനോരമയും കൊടുക്കുമായിരിക്കും, ബാക്കിയുള്ളത് വരുമോ എന്ന് എനിക്കറിയില്ല.